ഈശോലേറ്റവും പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. 2024 മംഗളവാർത്ത കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഡിസംബർ 1. ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ നമുക്കറിയാവുന്നത് തന്നെയാണ്. വീണ്ടും ആവർത്തിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദൃശ്യ പോരാട്ടത്തിന്റെ വായന ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. വേണമെങ്കിൽ അതിലെ ഏതാനും ഒരു വാക്യങ്ങളോ ഒരു റിഫ്ലക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. പക്ഷെ നമുക്ക് ഈശോയുടെ പരിശുദ്ധ വചനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. മാർക്കോസ് സുവിശേഷം 10 അധ്യായം 27 തിരുവചനം. യേശു പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവിടുത്തേക്ക് എല്ലാം സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 28 തിരുവചനം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. 1 യോഹന്നാൻ 4:9. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായിട്ടാണ് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചത്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. എബ്രായലേഖനം 13 അധ്യായം 8 തിരുവചനം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 12 തിരുവചനം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ വചനങ്ങൾ നിന്റെ കുടുംബജീവിതത്തോട്, നിന്റെ ജീവിതത്തിന്റെ മേഖലകളോട്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളോടും ചേർത്ത് വെച്ച് നീ ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മാർക്കോസ് സുവിശേഷം 10:27 നമ്മൾ എന്താണ് വായിച്ചത്? മനുഷ്യന് ഇത് അസാധ്യമാണ്. നാം പറയണേ, എനിക്കിത് അസാധ്യമാണ്, എന്റെ കുടുംബത്തിന് അസാധ്യമാണ്, എന്റെ ഭാര്യയ്ക്ക് ഇത് സാധിക്കുകയില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് സാധിക്കുകയില്ല. എന്നാൽ എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നിങ്ങൾ പ്രഖ്യാപിക്കണം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. യേശു എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നു. യേശു എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നു. ആ ജീവൻ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല. നമ്മൾ പ്രഖ്യാപിക്കണം, തന്റെ ഏകപുത്രം വഴി നാം ജീവിക്കേണ്ടതിന്. എനിക്ക് എന്റെ കർത്താവ് ഉള്ളത് കൊണ്ട്, എന്റെ യേശു ഉള്ളത് കൊണ്ട് ഞാൻ ജീവിക്കും. എന്റെ സ്വർഗത്തിലെ പിതാവ് യേശുവിനെ എനിക്കായി നൽകിയിരിക്കുന്നു ഞാൻ ജീവിക്കേണ്ടതിന് വേണ്ടി. എന്റെ യേശുവിന് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. എന്റെ യേശു പ്രകാശമാണ്. എന്റെ യേശുവിനെ അനുഗമിക്കുന്ന ഞാൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്റെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എന്റെ ദാമ്പത്യത്തിന്റെ മേൽ, എന്റെ ജീവിത മേഖലകളുടെ മേൽ ക്രിസ്തുവിന്റെ പ്രകാശമുണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഓരോ വചനങ്ങളും ഒന്ന് എഴുതി വെച്ച് അത് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പ്രഖ്യാപിച്ചു നോക്കിക്കേ. ഈ വിശുദ്ധ നൊയിമ്പ്, 25 നൊയിമ്പ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കൃപയുടെ ദിനങ്ങളായി മാറും. അതിന് ഈശോ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദൃശ്യ പോരാട്ടം 14 അധ്യായം. മനുഷ്യനിലെ എല്ലാ കഴിവുകളും ലോകമൊന്നാകെയും സാത്താന്മാരൊക്കെയും ഒന്നിച്ചു നിന്ന് ആക്രമിച്ചാലും നിങ്ങളുടെ സ്വതന്ത്ര മനസ്സിനെ കീഴടക്കാൻ സാധിക്കാത്ത അത്ര ശക്തി ദൈവം അതിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. അനുഗ്രഹത്തിന്റെ കൃപയുടെ ദിനങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമേ, നമുക്കൊന്നിച്ച് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ സമാധാനം, നിന്റെ കൃപ, നിന്റെ ശക്തി, നിന്റെ സൗഖ്യം ഞങ്ങളിലും ഞങ്ങൾക്ക് ചുറ്റിലും ധാരാളമായി അങ്ങ് നൽകണമേ. ആമേൻ.